അതെ, നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് മലയാളികളുടെ ഇഷ്ട ഭക്ഷണമായ പൊറോട്ടയാണേ. അത് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാവേ. ഒരു 1/2 കിലോ മൈദമാവ് എടുക്കുക. അതിൽ ആവശ്യത്തിന് കുറച്ച് നെയ്യ് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഉണ്ടല്ലോ, അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്ത് അത് മിക്സ് ചെയ്യണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന കണക്ക് തന്നെ നല്ല രീതിക്ക് സോഫ്റ്റ് ആവുന്നവരെ നല്ല കുഴയ്ക്കണം. എന്നിട്ട് കുറച്ച് ചപ്പാത്തിക്കൊക്കെ മാവ് നനയ്ക്കുന്ന കണക്ക് തന്നെ കുറേശ്ശെ ബൗൾസായിട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കണം. എണ്ണ തൂത്തിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മളിങ്ങനെ പരത്തുന്നതിൻ്റെ ഇടയ്ക്കും കുറച്ച് ഓയിൽ തൂക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവും. എന്നിട്ട് നല്ല പരന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ഓരോ മടക്കുകളായിട്ട് എടുത്തിട്ട് ഒന്ന് മടക്കി എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ്സൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവേ. അപ്പോഴത്തേക്ക് നമ്മുടെ കല്ല് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചപ്പാത്തിക്ക് പരത്തുന്ന കണക്ക് ഒന്ന് പരത്തി അടുപ്പിലേക്ക് വെക്കാം. അടുപ്പിൽ വെക്കണ സമയത്തും ജസ്റ്റ് കുറേശ്ശെ നെയ്യ് തൂത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി പൊറോട്ട സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നല്ലതാണേ. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. മുട്ട ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പൊറോട്ട ചെയ്തെടുക്കാവുന്നതാണ്. കല്ല് ചൂടായിട്ട് നമ്മൾ പൊറോട്ട ഓരോന്ന് വീതം ഇട്ടിട്ട് തിരിച്ച് മറിച്ചൊന്ന് കുറേശ്ശെ ടൈമിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കണം. നെയ്യ് തൂക്കുന്നതനുസരിച്ച് അത് സോഫ്റ്റായിട്ട് തന്നെ വരും. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എനിക്ക് നല്ല ഇഷ്ടമായ പൊറോട്ടയാണ് ഇത്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സംതൃപ്തിയായിട്ട് കഴിക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് മൈദമാവാണ് കൂടുതൽ കൊടുക്കാൻ പറ്റില്ല, എന്നാലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല രീതിക്ക് നമുക്ക് ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. പൊറോട്ടേൻ്റെ 2 ഭാഗവും ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് വേറെ പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആ പൊറോട്ടേൻ്റെ ഇത് തന്നെ ആയിരിക്കും. നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു പൊറോട്ടയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.